ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ക്യാമറ കമ്പാരിസൺ ആണ്. ക്യാമറ കമ്പാരിസൺ iQOO 12, അതായത് ഈ അടുത്ത് ഇറങ്ങിയ iQOO 12 വേഴ്സസ് iPhone 15 Pro. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡൗട്ട് മനസ്സിൽ വരുന്നത് വെച്ചാൽ iQOO 12 ഒരു 50,000 രൂപയുടെ ഫോണ് 1.5 ലക്ഷം രൂപയുടെ iPhone 15 Pro ആയിട്ട് കമ്പയർ ചെയ്യുന്നതിൽ എന്താണ് അതിൽ കാര്യം എന്ന് ചോദിക്കാം. പക്ഷേ ഈ കമ്പാരിസൺ ഒരു ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ് കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം iPhone 15 Pro എന്ന് പറഞ്ഞാൽ ഞാനിത് വാങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു 1.5 ലാഖിൻ്റെ അടുത്ത് പ്രൈസ് കൊടുത്തത്. എക്സാക്ട്ലി 1.5 ലാഖ് അല്ല, എന്നാലും അത്രയും വില കൊടുത്തായിരുന്നു 256 GB വേരിയൻറ്റ് വാങ്ങിയപ്പോൾ. അപ്പോൾ iPhone 15 Proൻ്റെ 1/3 വിലയ്ക്ക് iQOOൻ്റെ ക്യാമറ എത്രത്തോളം പെർഫോമിംഗ് ആണ്, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അല്ലാണ്ട് നമ്മളൊരു ഡയറക്റ്റ് കമ്പാരിസൺ അല്ല. ഒബ്വിയസ്ലി iPhoneന് അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ പ്രീമിയം എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷേ iQOO 50,000 രൂപയ്ക്ക്, അതായത് 49,999 രൂപയാണ് കാർഡ് ഓഫറിൽ വരുന്നത്. ആ വിലയ്ക്ക് എത്രത്തോളം ക്ലോസർ എത്താൻ സാധിക്കുന്നു അതിൻ്റെ ക്യാമറയ്ക്ക് ഐഫോണിൻ്റെ ക്യാമറയായിട്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി രണ്ടും തമ്മിൽ ഡിഫറൻസ് കാര്യമായില്ല ക്യാമറ സെറ്റപ്പിൽ. അതുകൊണ്ടാണ് ഞാൻ iPhone 15 Pro എടുത്തത്. iPhone 15 അല്ലെങ്കിൽ പ്ലസോ എടുക്കാൻ എന്തുകൊണ്ട് വെച്ചാൽ കാരണം അത് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ റേഞ്ചാണ്. പക്ഷേ അതിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല. ഇതിനകത്താണെങ്കിൽ 64 MP ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്യാമറ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും തന്നെ മാച്ചിങ് ആണ്. രണ്ടിലും തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, രണ്ടിലും തന്നെ ടെലിഫോട്ടോ, 3x ഒപ്റ്റിക്കൽ സൂം, അങ്ങനെ കുറേ കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ കമ്പാരിസണിലൂടെ നമ്മൾ നോക്കുന്നത് ആൻഡ്രോയിഡിലെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് 1/3 ഓഫ് ദ പ്രൈസിങ്ങിൽ എത്രത്തോളം iPhone 15 Proൻ്റെ ക്ലോസ് എത്താൻ സാധിക്കുന്നു എന്നാണ്. ഇൻഫാക്ട് ചില കേസുകൾ അത് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വഴിയെ കാണാം. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഡെഫിനറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. എനിക്ക് ക്യാമറ കമ്പാരിസൺ ചെയ്തപ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ നമുക്ക് ക്യാമറ ഹാർഡ്വെയറിലേക്ക് പോകാം ആദ്യം തന്നെ. അപ്പോൾ ആദ്യം iQOOൻ്റെ ഹാർഡ്വെയർ പറയാം. ഇതിനകത്ത് പ്രൈമറി 50 MP ആണ്. അതൊരു ഒംനിവിഷൻ സെൻസറാണ്. f1.68 അപ്പർച്ചറാണ് വരുന്നത്. പിന്നെ ഒരു സെക്കൻഡറി 50 MP, അത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു 64 MP ടെലിഫോട്ടോ ഷൂട്ടറാണ്. അതും ഒംനിവിഷൻ സെൻസറാണ്. അതിനകത്ത് 3x സൂം വരെ സാധിക്കും, അതായത് ഒപ്റ്റിക്കൽ സൂം. പിന്നെ ഡിജിറ്റൽ സൂം അപ് ടു 100x പോസിബിൾ ആണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ ഒരു 16 MP f2.45 അപ്പർച്ചറാണ് വരുന്നത്. ഇനി ഐഫോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൈമറി 48 MP ആണ്. നമുക്കറിയാം iPhoneൻ്റെ 48 MP മോഡിൽ എടുക്കാവുന്ന ക്യാമറയാണ്. പിന്നെ സെക്കൻഡറി 12 MP അൾട്രാ വൈഡും ഒരു 12 MP ടെലിഫോട്ടും, വീണ്ടും തന്നെ 3x ഒപ്റ്റിക്കൽ സൂം പോസിബിൾ ആണ്. ഇൻഫാക്റ്റ് പ്രോ മാക്സിലാണെങ്കിൽ അതിലും കൂടുതൽ സൂം പോസിബിൾ ആണ്. പക്ഷേ പ്രോയിൽ 3x ആണ് ഒപ്റ്റിക്കൽ സൂം പോസിബിൾ. പിന്നെ സെൽഫി ക്യാമറയാണ് വീണ്ടും തന്നെ ഒരു 12 MP സെയിം ക്യാമറ സെറ്റപ്പിനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയറെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസിലേക്ക് പോകാം. അപ്പോൾ എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്, അതോ ഏതാണ് ബെറ്റർ ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടീഷൻ, അതായത് നമ്മൾ ഡേ ലൈറ്റ് ഷോട്ട്സ്, അൾട്രാ വൈഡ്, ടെലിഫോട്ടോ, മാക്രോസ്, പോർട്രേറ്റ്സ്, നൈറ്റ് മോഡ്, സെൽഫീസ്, വീഡിയോ റെക്കോർഡിംഗ്, ഇതെല്ലാ കാറ്റഗറിയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കാം. ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് എടുത്ത് നോക്കിയാൽ കളർ ആക്യുറസി ഡെഫിനറ്റ്ലി iPhone 15 Pro ആണ്. പക്ഷേ ആ HDR പെർഫോമൻസ് ഒന്ന് നോക്കി, ആ ഡാർക്കർ ഷാഡോസ് ഒക്കെ എത്ര നല്ല രീതിയിലാണ് iQOO 12 റിസോൾവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഐഫോണിൽ HDR പെർഫോമൻസ് ഷാഡോസ് ഒക്കെ ക്രഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ HDR പെർഫോമൻസ് ഡെഫിനറ്റ്ലി iQOO ആണ് ബെറ്റർ. ഇനി നമ്മൾ ഫോട്ടോസ് സൂം ചെയ്ത് നോക്കിയാൽ അവിടെ നമുക്ക് iPhone 15 Pro ആണ് കുറച്ചും കൂടെ ഷാർപ്പർ ഇമേജ് തരുന്നത് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. iQOOൻ്റെ ഒട്ടും മോശമല്ല, എങ്കിലും കുറച്ചും കൂടെ ഷാർപ്നെസ് ലെവൽസ് iPhone 15 Pro ആണ്. പക്ഷേ iQOOൻ്റെ HDR പെർഫോമൻസ് അടിപൊളിയാണ്. അതിൽ ഐഫോൺ തികച്ചും വളരെ ആവറേജ് HDR പെർഫോമൻസ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈവൻ ഇത്രയും വർഷമായിട്ടും ഐഫോണിൻ്റെ HDR പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പിലാണെങ്കിൽ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നില്ല. കളേഴ്സ് കുറച്ചുകൂടി വാമറാണ് iQOO 12, എന്നാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ് iPhone 15 Pro. അത് രണ്ടും തന്നെ ഒന്നും മോശമാണ് ഒന്നും ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ ഇമേജിങ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അൾട്രാ വൈഡിലേക്ക് പോകുമ്പോൾ വീണ്ടും തന്നെ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. iPhone 15 Proൻ്റെ അൾട്രാ വൈഡ് ക്യാമറയുടെ കളർ റിപ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ടു സെയിം പ്രൈമറി ക്യാമറയുടെ. iQOOയിൽ എന്നാൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. എന്നാൽ തന്നെ നല്ല ഷാർപ്നെസ് ലെവൽസും ഡീറ്റെയിലിംഗ് രണ്ട് ഫോണും തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി 3x ടെലിഫോട്ടോയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടും ഈക്വലി ഗുഡ് പെർഫോമിംഗ് ആണ്.
3x ഒപ്റ്റിക്കൽ സൂമിൽ രണ്ടും തന്നെ നല്ല രീതിയിൽ ഷാർപ്നെസ് ലെവൽസും ഡീറ്റെയിൽസും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച് വീണ്ടും തന്നെ ഐക്യൂലാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നിയത്. പക്ഷേ അപ്പോൾ ഓവറോൾ നല്ല ഒരു ക്വാളിറ്റിയാണ് രണ്ടും തന്നെ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ കളേഴ്സ് എടുത്ത് നോക്കിയാൽ ഈ പൂവിൻ്റെ കളർ എനിക്ക് തോന്നുന്നു ഐക്യൂണ് ബെറ്ററായി റെൻഡർ ചെയ്തത്. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഐക്യൂൻ്റെ ഇമേജസ് കുറച്ചൊരു വാർമർ അല്ലെങ്കിൽ റെഡിഷ് കൈൻഡ് ഓഫ് ടോണാണ് വരുന്നത്. ഐഫോൺ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ്. എന്നാലും അതൊരു വലിയൊരു ഇഷ്യൂ എന്നല്ല, രണ്ടും തന്നെ ഈക്വലി ഗുഡ് ആണെന്ന് ഞാൻ പറയും. പിന്നെ ഐഫോണിൽ മാക്രോസ് യൂസ് ചെയ്യുന്നത് എന്താ പറയുക അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഇവിടെ നമ്മൾ ടെലിഫോട്ടോ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബൊക്ക ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ഐക്യൂന് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാക്രോസ് ഒക്കെ ഐക്യൂൻ്റെയാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ കളർ റിപ്രൊഡക്ഷനും ഷാർപ്നെസ് ലെവൽസ് രണ്ടും തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മാക്രോസ് ക്യാമറ ക്വാളിറ്റി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് യൂസിങ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് തേർഡ് ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലൊരു വിന്നർ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഐക്യു അത്രയും നല്ല രീതിയിലാണ് എന്താ പറയുക കളർ ആക്യുറസിയും അതേപോലെ തന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് HDR പെർഫോമൻസിൽ ഐഫോണിനെ ബീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ വേറൊരു ആസ്പെക്ട്. കാരണം ബീറ്റ് ചെയ്യുന്നു എന്നൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഐഫോണിൻ്റെ HDR പെർഫോമൻസ് എപ്പോഴും തന്നെ ഒരു ആവറേജ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പല സ്ഥലത്തും ഷാഡോസ് ക്രഷ് ചെയ്യുന്നത് ഐഫോണിൻ്റെ ഒരു ട്രഡീഷണൽ നേച്ചറാണ്. പക്ഷേ ഐക്യു അതെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത്. പിന്നെ ഓവറോൾ ഇമേജ് ഷാർപ്നെസ് ലെവൽസ് ഡെഫിനറ്റ്ലി ഐഫോണാണ് ബെറ്റർ. ആ 48 മെഗാ പിക്സൽ ക്യാമറ ഐഫോണിൻ്റെ ബെറ്ററായി ഷാർപ്നെസ് ലെവൽസ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതിലൊരു ഇതുണ്ട്. എങ്കിലും നമ്മൾ 1/3 ഓഫ് ദ പ്രൈസിങ്ങിൽ ഐക്യു ഓൾമോസ്റ്റ് ആസ് ഗുഡ് ആസ് ഐഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിൽ പറയാം. ഈവൻ ടെലിഫോട്ടോ ലെൻസും അതേ രീതിയിലാണ് വന്നത്. ഇനി നമുക്ക് പോർട്രേറ്റ്സ്. ഈ പോർട്രേറ്റ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് ഫോണിലും 1x, 2x, 3x പോർട്രേറ്റ്സ് എടുക്കാം. 1x എടുക്കുന്നത് പ്രൈമറി ക്യാമറയിലാണ്, 2x എടുക്കുന്നതും പ്രൈമറി ക്യാമറ. എന്നാൽ 3x എടുക്കുന്നത് നമ്മൾ ടെലിഫോട്ടോ ലെൻസിലൂടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് പെർഫോമൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1x പോർട്രേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കണം ഐഫോണിൻ്റെ സ്കിൻ ടോൺസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു നാച്ചുറൽ എന്ന് പറയുന്നത്. ഐക്യൂൻ്റെ കുറച്ചൊരു ബൂസ്റ്റഡ് സ്കിൻ ടോൺസ് ആണ്, അതേപോലെ കുറച്ചൊരു വൈറ്റനിങ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ എഡ്ജ് ഡിറ്റക്ഷൻ നോക്കി ഐക്യൂൻ്റെ അടിപൊളി എഡ്ജ് ഡിറ്റക്ഷൻ. ഐഫോണിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ വെറും ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇത്രയും വില കൂടിയ ഫോണായിട്ടും വളരെ ആവറേജ് ആണ്. എന്നാൽ 3x പോർട്രേറ്റ്സിൽ എടുക്കുമ്പോൾ രണ്ടും തന്നെ അടിപൊളി എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. ഇത് 3xൽ എടുത്താണ്. ഇവിടെ സ്കിൻ ടോൺസ് കുറച്ചും കൂടെ നാച്ചുറലായി എനിക്ക് തോന്നിയത് ഐഫോണാണ്. എന്നാലും ഐക്യു ഒട്ടും തന്നെ പുറകിലല്ല എന്ന് പറയാം. അപ്പോൾ പോർട്രേറ്റ്സിൻ്റെ കാര്യത്തിൽ രണ്ടും തന്നെ ഈക്വലി ഗുഡ് ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. എങ്കിലും പ്രോബബ്ലി ഐഫോണിൻ്റെ പോർട്രേറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് പറയാം സ്കിൻ ടോൺസിൻ്റെ കാര്യത്തിൽ. ഇനി നൈറ്റ് മോഡിൽ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടൈറ്റിലുണ്ടോ താഴെ എഴുതിയത്, അത് എത്ര ഷാർപ്പാണ് ഐക്യൂല്. അതേപോലെ ഈ ടെക്സ്റ്റും വളരെ ഷാർപ്പ് ടെക്സ്റ്റാണ് ഐക്യൂല് വരുന്നത്. എന്നാൽ ഐഫോണിൽ അത്രയ്ക്ക് ഷാർപ്പല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോ ലൈറ്റ് പെർഫോമൻസിൽ ഐക്യു 12 കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ടെലിഫോട്ടോ ലെൻസിലെടുത്ത ലോ ലൈറ്റ് പോർട്രേറ്റ്സ്, ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഐഫോണിലായിരുന്നു ബെറ്റർ. കാരണം ഇവിടെ നമുക്ക് കാണാം കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് ഐക്യു, എന്നാൽ നല്ല ഷാർപ്പാണ് ഐഫോൺ 15 Pro. അപ്പോൾ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഒരു മിക്സഡ് ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. ചില ഫോട്ടോസ് ഐക്യു ആണ് എനിക്ക് തോന്നുന്നു ബെറ്റർ ആയി തോന്നിയത്, എന്നാൽ ചില ഫോട്ടോസ് ഐഫോണാണ് കുറച്ചുകൂടെ ബെറ്റർ ആയത്. ഇനി സെൽഫീസിൻ്റെ കാര്യം നോക്കുമ്പോൾ രണ്ടും തന്നെ നല്ലതാണ്. എഗെയിൻ സ്കിൻ ടോൺസ് ഐഫോണാണ് കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കിംഗ്. എന്നാൽ ഐക്യൂൻ്റെ കുറച്ചൊരു ബ്രൈറ്റ് ആൻഡ് സ്കിൻ ടോൺസ് ആണ്. എങ്കിൽ കുഴപ്പമില്ല, പേഴ്സണൽ ചോയ്സ് ആണ് ഒരുപാട് പേര്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഏതാ ബെറ്റർ ആയി തോന്നുന്നത്, ഏത് സെൽഫിയാണ്? രണ്ടും തന്നെ ഡൈനാമിക് റേഞ്ച് നല്ലതാണ്, അതേപോലെ ഷാർപ്നെസ് ലെവൽസ് നല്ലതാണ്. ഈവൻ പോർട്രേറ്റ് സെൽഫീസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ആണ് രണ്ടും തന്നെ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സെൽഫീസിനെ കുറിച്ച്, ഏത് ബെറ്ററായി പെർഫോം ചെയ്തു? ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോവാം. വീഡിയോ റെക്കോർഡിങ്ങിൽ രണ്ടിലും തന്നെ 4K 60 FPS മോഡ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം അഗെയിൻ കളർ റിപ്രൊഡക്ഷൻ ഐഫോൺ 15 Pro ആണ് കുറച്ചും കൂടി ബെറ്റർ ആയത്. വീണ്ടും തന്നെ ഡൈനാമിക് റേഞ്ച് ഇവിടെയും ഐക്യൂൻ്റെ എനിക്ക് ബെറ്റർ ആയി തോന്നിയത്. പക്ഷേ ഓവറോൾ വീഡിയോ ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാൻ ചെയ്യുമ്പോഴും സൂം ഇൻ ചെയ്യുമ്പോഴും ആ സ്റ്റെബിലൈസേഷൻ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഐഫോണാണ് കുറച്ചും കൂടെ സ്മൂത്തർ ട്രാൻസിഷൻ വന്നത് ഐക്യു 12-നേക്കാൾ. ഐക്യു 12 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ലതാണ്, എങ്കിലും ഐഫോണിൻ്റെ സെൻസർ ഷിഫ്റ്റ് OIS കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇതാണ് 1080p വീഡിയോ. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐഫോൺ 15 Proയിൽ വീഡിയോ ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാവുന്നത്. ഐക്യു ഒട്ടും തന്നെ പുറകിലല്ല, നല്ല ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐഫോണാണ് കുറച്ചുകൂടെ ബെറ്റർ ഓവറോൾ ക്വാളിറ്റി ഓഫർ ചെയ്തിരിക്കുന്നത് വീഡിയോ റെക്കോർഡിങ്ങിൽ. എന്നാൽ ഐക്യു ഒട്ടും തന്നെ പുറകിലല്ല, നല്ലൊരു ക്വാളിറ്റിയാണ് ഇവിടെയും ഐക്യു കാഴ്ച വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, അതിൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് എടുക്കാം. എല്ലാ ക്യാമറയിലും നമുക്ക് 4K 60 FPS എടുക്കാം. ഇത് ടെലിഫോട്ടോ ലെൻസ്. ടെലിഫോട്ടോ എനിക്ക് സർപ്രൈസിംഗ് ആയി തോന്നിയത് ഐക്യുവിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, നല്ല ഷാർപ്പർ വീഡിയോ ആണ്, നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇവിടെ കണ്ടില്ലേ ഐഫോണിനേക്കാളും ബെറ്റർ ആയ 3x വീഡിയോ ആണ് ഐക്യു എടുക്കാൻ സാധിച്ചത്, അതും 4K 60 FPSൽ. അപ്പോൾ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വീഡിയോ ക്വാളിറ്റി രണ്ട് ഫോണിൽ നിന്ന് എടുത്തത്. So this is the front facing camera sample taken with the iQOO 12. So this can record videos only in 1080p resolution. So there is no 4K support.
which is kind of a missing feature for a flagship device. So you can judge yourself how good the quality of the videos and also the audio output. So this is the front-facing camera sample taken with the iPhone 15 Pro, which can record videos in 4K 60 fps. That's one of the specialties, and the video looks pretty good. So you can judge how good the quality is and also the audio output. അപ്പോൾ ഇതായിരുന്നു ക്യാമറ കമ്പാരിസൺ iQOO 12 വേഴ്സസ് ഐഫോൺ 15 Pro. അപ്പോൾ ഇതിൻ്റെ വേർഡിക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ ഐഫോൺ ഡെഫിനറ്റ്ലി വിൻ ചെയ്യുന്ന ഏരിയ അത് വീഡിയോ റെക്കോർഡിംഗ് ആണ്. രണ്ടാമത്തത് സെൽഫി വീഡിയോയിൽ 4K 60 FPS ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെറും 1080p 30 FPS ഉള്ളൂ. അത് വളരെ ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ്. ഈവൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസ് ആയിട്ട് പോലും 4K വീഡിയോ സെൽഫിക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. അത് ഞാൻ വീഡിയോൻ്റെ ക്യാമറ റിവ്യൂവിലും പറയണ്ടായി. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈവൻ പോർട്രേറ്റ്സ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും മറ്റേ ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിലും എല്ലാത്തിലും തന്നെ എനിക്ക് തോന്നുന്നു iQOO ഒട്ടും തന്നെ പുറകിലല്ല. ഇൻഫാക്ട് ചില ഏരിയാസ് iQOO 12 ഈവൻ ഐഫോൺ 15 പ്രോനെ ബീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. HDR പെർഫോമൻസ് അതിലിപ്പോഴും തന്നെ ഐഫോണിനേക്കാളും വളരെ നല്ല രീതിയിലാണ് iQOO വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്സ് വില കുറഞ്ഞതാണെന്നുള്ള ഇതുകൊണ്ട് അത് ഐഫോണിനെക്കാളും മോശമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം iQOO നമ്മൾ കാണിച്ചു തന്നത് എന്തായിരുന്നു, ഇത്രയും നല്ല ഫോട്ടോഗ്രാഫി ഈവൻ 50,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഈ വർഷം ഇറങ്ങണ കൂടുതൽ ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്സും ഈവൻ അടുത്ത് വരുന്ന OnePlus 12 ഉണ്ട്, അത് കഴിഞ്ഞ് വിവോൻ്റെ ഫ്ലാഗ്ഷിപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഷവമീൻ്റെ 14 സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഈവൻ സാംസങ്ങിൻ്റെ S24 സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അടിപൊളി ക്യാമറ വേണമെന്ന് വെച്ച് 1.5 ലക്ഷം രൂപ ഐഫോണിൽ കളയണമെന്ന് ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒബ്വിയസ്ലി ക്യാമറ മാത്രമല്ല ഒരു ഫോണിലെ കാര്യം, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ക്യാമറയ്ക്ക് വേണ്ടി നമ്മൾ ഐഫോൺ വാങ്ങേണ്ട കാര്യമില്ല എന്ന് വരെ എത്തിയിരിക്കുകയാണ്. കാരണം iQOO 12 അത്രയും നല്ല ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരിക്കലും iQOO 12 ഐഫോണിനെ ബീറ്റ് ചെയ്യുന്നു എന്നൊന്നും പറയുന്നില്ല. എന്തായാലും അതിൻ്റെ ക്ലോസർ എത്താൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കമൻസും അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.